യുക്രൈൻ യുദ്ധം നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും. ഇതെന്തിന് രണ്ട് രാജ്യത്തിൻ്റെയും നേതാക്കന്മാർക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. അവരവിടെ സുഖമായിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കുറേ പാവം പിടിച്ച മനുഷ്യരുടെ ജീവൻ ഇങ്ങനെ ദിവസം കളയുക, കുറേ കെട്ടിടങ്ങൾ തകർക്കുക, ഇതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വേറെ. ഇതെല്ലാം ഭൂമിയിലാണ് വന്ന് ഈ ശക്തിയോടുകൂടി പതിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആഘാതം തിരിച്ച് ഭൂമി ഒന്ന് അനങ്ങി കഴിയുമ്പം എല്ലാവരുടെയും അസുഖം അങ്ങ് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ബോംബേർ, ഷെല്ലാക്രമണം, മറ്റേത് മറിച്ചത്, എല്ലാം കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തകർത്തിട്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിന് ഇതൊക്കെ ചെയ്യുന്നു? ഇത്ര വാശിയും വൈരാഗ്യം കാണിച്ച് എല്ലാം ഈ പാവം പിടിച്ച മനുഷ്യരുടെ തലയിൽ എന്തിനു കൊണ്ടിടുന്നു? അവർക്ക് എന്ത് കിട്ടുന്നു അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ഈ വർഷത്തിനുള്ളിൽ ഈ യുദ്ധം നടന്നതിന് ശേഷം അല്ലേ മനുഷ്യർക്ക് സന്തോഷിക്കാൻ എന്തെല്ലാം അവസരങ്ങൾ അല്ലേ ഉണ്ടായി. പക്ഷേ ഇത് അവർക്ക് ആർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞത് ഈ യുദ്ധത്തിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആയതുകൊണ്ട് താൽക്കാലികമായിട്ട് വെടി നിർത്തുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും റഷ്യ വാക്ക് പാലിച്ചില്ലെന്നും പറഞ്ഞിട്ട് അതൊരു വാർത്തയായിട്ട് അങ്ങനെ. റഷ്യയെക്കുറിച്ച് നമുക്കറിയാം, നല്ലൊരു രാഷ്ട്രം എന്നുള്ളത്. നമ്മുടെ വ്ളാഡിമിർ പുടിൻ അങ്ങനെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പം പണ്ട് തൊട്ടേ അറിയപ്പെടുന്ന വലിയൊരു രാഷ്ട്രം തന്നെയാണ്. എന്തിനാണ് അത്രയും വലിയൊരു രാഷ്ട്രം ഇത്രയും ചെറിയ പാവം പിടിച്ച ഒരു രാഷ്ട്രത്തിന് മുന്നിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, സമ്മതിച്ചു, ഈ രാഷ്ട്രം റഷ്യക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ ഇത്രയും നാളായില്ലേ? ഇപ്പം ഒരു വർഷത്തിന് എന്തായാലും ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട്, ചിലപ്പോൾ 2 വർഷമായിരിക്കും. ഇത്രയും നാളായി. അത്രയും നാളുകൊണ്ട് ആ രാജ്യത്തെ എന്തെല്ലാം രീതിയിൽ ദ്രോഹിക്കുക അതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയെങ്കിലും നിർത്തുക, അതല്ലേ അന്തസ്സ് അല്ലേ? അതായത് നമ്മുടെ യുദ്ധത്തിനൊരു കുറേ നിയമങ്ങളുണ്ട്. പിന്തിരിഞ്ഞോടുന്നവരെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ലെന്നുള്ളതാണ്. പിന്നെ സന്ധ്യയ്ക്ക് ശേഷം യുദ്ധം ചെയ്യാൻ, ഇതൊക്കെ പണ്ടത്തെ തത്വശാസ്ത്രമെന്ന്. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് എല്ലാം തെറ്റിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിജയം ആർക്കാണ്? ആരെങ്കിലും വിജയിക്കുന്നുണ്ടോ? യുദ്ധം എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ്. യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്? അവർ രണ്ടുപേരും തോറ്റു എന്നുള്ളതാണ്. ഇപ്പം വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഉണ്ടാക്കുന്നെങ്കിൽ അവിടെ അവർ രണ്ടുപേരും തോറ്റു എന്നുള്ളതാണ്. രണ്ടുപേരും തോറ്റുപോയി, അതുകൊണ്ടാണ് അവിടെ കലഹം ഉണ്ടാകുന്നത്. ആ ഒരു സത്യം ആരും മനസ്സിലാക്കുന്നൊന്നുമില്ല. ഞാൻ ജയിച്ചു എന്ന് രണ്ടുപേരും വിചാരിക്കും. അപ്പോൾ ആ ജയത്തിന് വേണ്ടി കുറേ വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ജയിച്ച്, കണ്ട, അതാണ് എൻ്റെ കഴിവ്. അല്ല, അവളെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനാണ് ജയിച്ചത്. രണ്ടുപേരും മനസ്സിന് ഭയങ്കര സന്തോഷം. പൊട്ടന്മാർ രണ്ടുപേരും അറിയുന്നില്ല, രണ്ടുപേരും തോപ്പിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ വിചാരിച്ചോ, ആരെങ്കിലും വഴക്കിടുന്നവർ, നിങ്ങളെല്ലാം തോപ്പിയിട്ടിരിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ തോൽവിയാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറേ കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കി ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആരും പിന്നോട്ട് പോകത്തില്ല. ഈ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, കുറേയൊക്കെ പറഞ്ഞു നോക്കണം. പിന്നീട് എന്ത് പറയണം? അവരോട് പറയാം, ഞാൻ ദേ തോറ്റിരിക്കുന്നു, നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ജയിച്ച്, കണ്ട, അവൻ അല്ലെങ്കിൽ അവൾ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അതും ഒരു ജയമാണ്. ആ പറയുന്ന ആളുടെ ജയമാണത്. ഞാൻ തോറ്റു എന്ന് പറയുന്നത് അവിടാണ് അവർ വിജയിക്കുന്നത്. മറ്റേ ആൾ വിചാരിക്കും ഞാൻ വിജയിച്ചെന്ന്. ആ വിജയിച്ച ആൾ തോറ്റിരിക്കുകയാണ് അല്ലേ? അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റുമോ? അടിയറവ് പറയുന്നുണ്ടോ? അതൊരു മനസ്സാണ്. ആ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു പവറാണത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സ് അതെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഒരു ജയമെന്ന് പറയുന്നത്. ആ മനസ്സിനെ കൊണ്ട് അങ്ങനെ നമുക്ക് പറയിപ്പിക്കാൻ, അതായത് മനസ്സിലൂടെ നമ്മൾ പറയുന്നത് അത് നമ്മുടെ ഒരു വലിയ ജയമാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്.